ഒരാളുടെ നില അതീവ ഗുരുതരമാണ്, വെന്റിലേറ്ററിലാണ്. ഇപ്പോൾ അവിടെ പിന്നെ നമ്മുടെ അവിടെയുള്ള രക്ഷാപ്രവർത്തകരായിരിക്കുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർക്കും പോലീസിനും സംഭവ സ്ഥലത്തേക്ക് കടക്കാൻ 1 മണിക്കൂറോളം അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പൂർണ്ണമായിട്ടും തീ അണച്ചതായിട്ടാണ് ഞങ്ങളവിടെ സംഭവ സ്ഥലത്താണ് വരുന്നത്. ഈ ബോഡിയുടെ അവശിഷ്ടങ്ങളുണ്ടോ എന്നുള്ളത് ചുറ്റും പരതി അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മരണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. 13 പേർ മരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദാരുണമായ സംഭവമാണ്. അവിടെ 40 പേരവിടെ പണിക്കാരുണ്ടായിരുന്നു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷിക്കുമ്പോൾ അത്രയും അധികം ആളുകൾ ഇവിടെ വന്നിട്ടില്ല. പിന്നെ ഇവിടെ വന്ന് അഡ്മിറ്റാക്കിയിരിക്കുന്ന ആളുകളും അവിടെ പണിക്കാരായിട്ടുണ്ടായിരുന്ന ആളുകളുടെയും എണ്ണം പരിശോധിക്കുമ്പോൾ അതിൽ ടാലി ആവുന്നില്ല എന്നുള്ളതാണ് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതനുസരിച്ച് 13 പേര് മരണപ്പെടുകയും 5 പേരുടെ നില അതീവ ഗുരുതരവും അതിലൊരാളുടെ നില അത്യന്തം ഗുരുതരമായിട്ട് വെന്റിലേറ്ററിലാണ് കിടക്കുന്നത്. കോൺട്രാക്ടറായിരിക്കുന്ന സതീഷ് എന്ന് പറയുന്ന മുണ്ടത്തിക്കോട് സതീഷിൻ്റെ നില വളരെ ഗുരുതരമാണ്. അയാളുടെ ഒരു 90% പൊള്ളലേറ്റതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി എത്ര ആൾ മരണം ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. എന്തായാലും പിന്നെ മാത്രമല്ല, ഈ പൊട്ടിത്തകർന്ന ബോഡികളിൽ ഛിന്നഭിന്നമായിരിക്കുന്ന അവശിഷ്ടങ്ങൾ എത്ര ആളുകളുടേതാണെന്നുള്ളത് അത് വിശദമായ പരിശോധന നടത്തിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ.